മാഷെ കെ ശൈലജ രാത്രിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വീട്ടിൽ വോട്ട് ചോദിച്ചെത്തി എന്ന് പറയുന്ന ഒരു ആരോപണം. ഇത് പറഞ്ഞിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ മകനായിട്ടുള്ള ബിലാൽ ഇബ്നു അബ്ദുള്ളയുടെ ഒരു പോസ്റ്റാണ്. ഈ പോസ്റ്റിൽ കൃത്യമായിട്ട് അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് അദ്ദേഹം പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമി, SDPI ഇവരുമായിട്ടൊക്കെയുള്ള ബാന്ധവം ഉണ്ട് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇവർ പറയും അമ്മക്ക് അങ്ങനെയൊന്നും ഇല്ല മക്കളെ എന്ന് പറയും. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയ അശ്ലീലമല്ലേ പക്ഷേ? തീർച്ചയായും അതൊക്കെ നിഷേധിക്കാൻ പോകുന്നതാണ് ഇപ്പോൾ CPM ചെയ്യുന്ന എന്ത് വൃത്തികേടാണ്. ശരി, സത്യത്തിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താ? ജമാഅത്തെ ഇസ്ലാമിയെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെയൊക്കെ ആവശ്യത്തിലേറെ അൺഡ്യൂ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ എത്ര ശതമാനമുണ്ട്? പോട്ടെ, കേരളത്തിലെ 10-20% മുസ്ലിങ്ങളുണ്ടല്ലോ. ഈ 20% മുസ്ലിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി എത്ര ഉണ്ടാവുന്നതാണ് എൻ്റെ വിചാരം? 1% ഉണ്ടാവും കൂടി വന്നാൽ. ആ 1% വേണ്ടി ആ 1% വേണ്ടിയാണ് ഈ വേണ്ടാത്ത കോലാഹലമൊക്കെ ഉണ്ടാക്കുന്നത്. ഈ അഗണ്യ കോടിയിൽ തള്ളേണ്ട ഒരു വിഭാഗമാണ്. അവർക്ക് ആവശ്യമില്ലാത്ത ഇമ്പോർട്ടൻസ് ഉണ്ടാക്കി കൊടുക്കുക. അത് എന്തുകൊണ്ട് പറയാൻ പാടില്ല? എന്തുകൊണ്ട്? ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം അവർ എണ്ണം കൊണ്ട് ചെറുതായതുകൊണ്ട് മാത്രമല്ല, ആശയപരമായിട്ട് തള്ളിക്കളയേണ്ടതുമാണല്ലോ. നമ്മുടെ നാട്ടിലിപ്പോൾ ക്രിമിനലുകളെക്കുറിച്ച്, കള്ളന്മാരെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ അങ്ങനെയുള്ള ആൻറ്റി സോഷ്യൽ എലമെൻസിനെ കുറിച്ച് പറഞ്ഞ് നമ്മൾ സമയം കളയാൻ പാടുണ്ടോ? അത് പേർത്തും പറയുമ്പോൾ അവർക്കല്ലേ ഇമ്പോർട്ടൻസ് കിട്ടുന്നത്, അതിനല്ലേ നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടുക, അങ്ങനെയല്ലേ ക്രൈം കൂടുന്നത്. അതുപോലെയാണല്ലോ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ഇങ്ങനെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ജമാഅത്തോ പരിചയമില്ലാത്തവർക്ക് പരിചയമാവുന്നു, ഇവരെന്താണെന്ന് അറിയാൻ ശ്രമിക്കുന്നു. വല്ല കാര്യമുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളാണെങ്കിൽ ഇന്ത്യയെ പോലൊരു മതേതര രാജ്യത്ത് അനഭിമതരായി അവഗണിക്കപ്പെടേണ്ട ഒരു കൂട്ടരാണ്. അവർക്കിപ്പോൾ വേണമെങ്കിൽ അങ്ങനെ സ്വപ്നം കാണാൻ അവകാശമില്ലെന്ന് ചോദിച്ചാലും ഉണ്ട്. ഇന്ത്യയെ ഹിന്ദു രാജ്യമാക്കാൻ ആക്കുമെന്ന്, അതായത് ഇപ്പോൾ ഈ പറയുന്ന ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിനെ ഹിന്ദു രാജ്യം ഇതാ വന്നിരിക്കുന്നു എന്ന് പറയുന്നതിനാ? ഇസ്ലാമിക രാഷ്ട്രം എന്ന ഒരു ഇന്ത്യക്ക് ഒരു കാരണവശാലും അഭിലഷണീയമല്ലാത്തൊരു സ്വപ്നം അവർ സൂക്ഷിക്കുന്നുണ്ടാണ്. നമ്മൾ അതിനെ ജാഗ്രതയോടെ കാത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒന്ന്, അവർക്ക് ഈ സ്വപ്നം പറയുന്നതിന് ആരും എതിരല്ല. പക്ഷേ അങ്ങനെ പറയുമ്പോൾ അത് എപ്പോഴെങ്കിലും ഇന്ത്യയുടെ ഭരണഘടനയ്ക്കോ നിയമത്തിനോ ഇന്ത്യയിലെ പൗരാവകാശങ്ങൾക്കോ ഇന്ത്യയിലെ കമ്മ്യൂണൽ ഹാർമണിക്കോ ഇന്ത്യയിലെ രാഷ്ട്രീയമായ അവസ്ഥക്കോ എന്തെങ്കിലും എതിരായി വരുന്നുണ്ടോ എന്ന് നോക്കേണ്ട കാര്യമേ ഉള്ളൂ നമുക്ക്. അതൊക്കെ ഒരു വാച്ച് ഡോഗിൻ്റെ ആവശ്യം, സോഷ്യൽ വാച്ച് ഡോഗിൻ്റെ ആവശ്യമേ ഉള്ളൂ. നിങ്ങൾ വഴിവിട്ട് പോകുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ അവരോടൊന്ന് താക്കീത് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ഇതൊന്നും പൊതുജനാധിപത്യത്തിൽ പറയേണ്ട വിഷയമേ അല്ല. ജമാഅത്തെ ഇസ്ലാമി ആർക്ക് വോട്ട് ചെയ്തില്ല. അവരൊരു ഡിസൈഡിങ് ഫാക്ടറാണോ കേരളത്തിൽ? ഏതെങ്കിലും ചില മണ്ഡലങ്ങളിൽ ഇങ്ങനെ ബലാബലത്തിൽ നിൽക്കുന്ന 1 വോട്ടിന് 2 വോട്ടിനൊക്കെ ജയിക്കുന്ന മണ്ഡലങ്ങളുണ്ടെങ്കിൽ അത്തരം മണ്ഡലങ്ങളും കേരളത്തിൽ കുറവാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത്തരം മണ്ഡലങ്ങളിൽ നിർണായകമാണെന്നല്ലാതെ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് എന്തിനാ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? 2 കാരണവശാൽ പറയാൻ പാടില്ല. ഒന്ന്, ഇവർ വളരെ അറിഞ്ഞുകൊണ്ടുണ്ടാക്കുന്ന, ഇത് ആരുടെ ആവശ്യമാണെന്നറിയോ ഈ ക്യാമ്പയിൻ? ജമാഅത്തെ ഇസ്ലാമിയുടെ ആവശ്യമാണ്. കാരണം അവർക്ക് ഇങ്ങനെ നിലനിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇലക്ഷനും വരികയാണ്. ഇവരുടെ പൊളിറ്റിക്കൽ പ്രസൻസ് പ്രകടമാക്കണ്ടേ? അതിന് ഈ രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ട് മാറി ഇവർ തന്നെയാണ് പലരോടും ചർച്ചയ്ക്ക് പോവുക. RSSൻ്റെ ആസ്ഥാനത്ത് ആദ്യമായി കേരളത്തിൽ ചർച്ചയ്ക്ക് പോയ മുസ്ലിം സംഘടന ജമാഅത്തെ ഇസ്ലാമിയാണ്. അത് കുറേ കാലം വാർത്തയായി. ഇനി അടിയന്തരാവസ്ഥ എന്ന് കേട്ടാൽ ഉടനെ അവർ പറയും ഞങ്ങളും RSS ഒരുമിച്ചാണ് അടിയന്തരാവസ്ഥക്കെതിരെ പൊരുതിയത്. എങ്ങനെ? പണ്ട് മൂർഖൻ അല്ലല്ല, അതൊക്കെ വളരെ കൃത്യമാണ്. ഇപ്പം അവിടെ പണ്ടൊരാൾ പറഞ്ഞില്ലേ, മൂർഖൻ്റെ കടിയേറ്റിട്ട് വിഷമേറ്റ് മരിച്ചു പോയ ഒരാളെ ഒരു ഡെഡ് ബോഡി കൊണ്ടുപോകുമ്പോൾ നീർക്കോലി പിടിച്ച് പറയില്ലേ, ഞങ്ങളോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കുന്നു? അതുപോലെയുള്ളൂ. അടിയന്തരാവസ്ഥക്കെതിരെ ഇവരെന്ത് ചെയ്തു? പോരാടിയത് എന്തിനാണ്? ഞങ്ങളെയും RSSനെ ഒരുമിച്ച് നിരോധിച്ചു. രണ്ടിനെയും നിരോധിച്ചത് 2 കാരണം കൊണ്ടല്ലേ? കാരണം പറയില്ല. ഇപ്പം അതൊക്കെയാണ് ഇതിൻ്റെ കാര്യം. അതുകൊണ്ട് ഈ പ്രചാരവേല ഉണ്ടാക്കുന്നതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പങ്ക് നമ്മൾ പഠിക്കുന്നില്ല. 2, ജമാഅത്തെ ഇസ്ലാമി CPM അത് ഉണ്ടാക്കാൻ നിന്ന് കൊടുക്കുകയും ചെയ്യും. അല്ല, അത് കേരളത്തിൽ ആരാണ് നിന്ന് കൊടുക്കാത്തത്? പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. ഇവരെ തൊട്ടുകൂടാന്ന് എല്ലാവരും പ്രഖ്യാപിച്ചതാണ്. പിന്നെ കേരളത്തിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഏതെങ്കിലും ഒരു നിർണായകമായ ഇലക്ഷൻ്റെ തൊട്ട് മുന്നോടിയായിട്ട് ഇവർ പറയുകയാണ് മുമ്പ് ഇവർക്ക് ജനാധിപത്യം ഇല്ല, തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ പാടില്ല, മത്സരിക്കാൻ പാടില്ല, വോട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലത്ത് ഇവരെ തള്ളിക്കളഞ്ഞതാണ് കേരളം. അപ്പോൾ എടുത്ത സ്ട്രാറ്റജിയാണ് എന്തെന്നറിയോ? ഞങ്ങൾ സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായ മൂല്യം നോക്കി വോട്ട് ചെയ്യും. ആദ്യം പ്രഖ്യാപിച്ചു ഞങ്ങൾ പഴയ ജമാഅത്തെ ഇസ്ലാമി അല്ല, ജനാധിപത്യ രാജ്യത്ത് വോട്ട് ചെയ്യില്ല, നിവൃത്തിയില്ല, ഞങ്ങൾ വോട്ട് ചെയ്യും.
എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഭരണമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ വോട്ട് ചെയ്യാൻ പാടുള്ളൂ. ജനാധിപത്യം അനിസ്ലാമികമാണ്. അനിസ്ലാമിക വ്യവസ്ഥയിൽ വോട്ട് ചെയ്യുന്നത് കുറ്റകരമാണ്, പടച്ചോനോട് ഞങ്ങൾ മറുപടി പറയേണ്ടി വരും എന്ന് പറഞ്ഞ കൂട്ടർ യാതൊരു ബുദ്ധിമുട്ടുമില്ല നിലപാട് മാറ്റി. ഇപ്പോൾ പടച്ചോൻ്റെ വ്യവസ്ഥ പോയിട്ട് മനുഷ്യൻ്റെ വ്യവസ്ഥയ്ക്ക് തന്നെ വോട്ട് ചെയ്യാൻ തുടങ്ങി. ജനാധിപത്യത്തിന് വോട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്ത് പ്രഖ്യാപിച്ചു? മൂല്യം നോക്കി ഞങ്ങൾ വോട്ട് ചെയ്യും. അതൊരു കച്ചവടമാണ്. സത്യം പറഞ്ഞാൽ ഒരു വല്ലാത്ത ചീട്ടുകളിയാണത്. ഇവരുടെ മൂല്യം എന്താണ്? അതൊന്നും അവർ പറയില്ല. ഒന്നും അവർ പറയില്ല. മൂല്യബോധം എന്താണെന്നൊന്നും പറയില്ല. അവർ പലപ്പോഴും എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇടതുപക്ഷം മത്സരിക്കുന്നു, യു ഡി എഫും എൽ ഡി എഫും മത്സരിക്കുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യുന്നറിയോ? കേരളത്തിൽ ഇപ്പോൾ 140 മണ്ഡലങ്ങളിലുണ്ട്. എവിടെയെങ്കിലുമൊക്കെ തെരഞ്ഞു പിടിച്ചിട്ട് 10 20 മണ്ഡലങ്ങളിൽ യു ഡി എഫിന് കൊടുക്കും. പ്രഖ്യാപിക്കും ഒരു ലിസ്റ്റ്. കാസർഗോഡ് ഇന്ന ആൾക്കാണ്, മഞ്ചേശ്വരത്ത് ഇന്ന ആൾക്കാണ്, ഓരോ മണ്ഡലവും മലപ്പുറത്ത് ഇന്നയാൾക്ക്, മഞ്ചേരി ഇന്നയാൾക്ക്, ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് ഇവർ വോട്ട് ചെയ്യും, വോട്ട് കൊടുക്കും. അപ്പോൾ മറ്റേ സ്ഥാനാർത്ഥികൾക്കും മോഹമായി. ഇവരുടെ മൂല്യ ലിസ്റ്റിലൊന്ന് പെട്ടുപോയാൽ വോട്ട് കിട്ടിയല്ലോ, ആ വോട്ടെങ്കിലും കിട്ടും. ഏകപക്ഷീയമായി ഒരു പാർട്ടി എത്ര ചെറുതാണെങ്കിലും 10 വോട്ടെങ്കിൽ 10 വോട്ട് അത് ഞങ്ങൾ ഇന്ന പാർട്ടിക്ക് ചെയ്യുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് കളഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയാണ് കളത്തിലിറങ്ങിയത്. എന്നിട്ടും ആ വോട്ടിന് വേണ്ടിയിട്ട് ഇറങ്ങുക. ഇപ്പൊ ഇത് നോക്കും മാഷേ, എത്ര മോശമായിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. അതായത് മോശം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ജമാഅത്തെ ഇസ്ലാമിക്കാരുമായിട്ട് ഇലക്ഷനിൽ സഹകരിച്ചിട്ടില്ലെന്ന് പറയുന്ന സഖാക്കളോട് ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് ദൈവം കെ ശൈലജ കൂത്തുപറമ്പിൽ മത്സരിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ എൻ്റെ വീട്ടിൽ രാത്രി ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ചോദിച്ച് സാക്ഷാൽ കെ ശൈലജ വരികയും വന്നവർക്ക് എൻ്റെ ഉമ്മയുണ്ടാക്കിയ ഓറഞ്ച് ജ്യൂസും 1 പ്ലേറ്റ് നിറയെ ഈന്തപ്പഴവും അണ്ടിപ്പരിപ്പും കൊടുത്തവനാണ് ഈ ഞാൻ. ഉളുപ്പുണ്ടേൽ ആ അണ്ടിപ്പരിപ്പിൻ്റെ പൈസ തിരിച്ചു താ എന്നതാണ് ഈ പോസ്റ്റിൽ പറയുന്നത്. അപ്പൊ ഇതിനെതിരെ മമ്പാട് സഖാഫി പ്രതികരിച്ചിട്ടുണ്ട്. അപ്പൊ പോസ്റ്റ് സഖാവ് മമ്പാട് സഖാഫിക്ക് ദഹിച്ചിട്ടില്ല. സർക്കാസ സ്വരത്തിൽ പൈസ ചോദിച്ചതിന് കൊടുത്തത് തിരിച്ചു ചോദിക്കാൻ പാടില്ലെന്ന് ഹദീസൊക്കെ ഉദ്ധരിച്ച് ടിയാൻ പ്രശ്നവൽക്കരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനും മറുപടി കൊടുത്തിരിക്കുന്നു ഇദ്ദേഹം. അതൊക്കെ ശരിയാണ്. അതായത് ഒന്നാമതിപ്പോൾ ആ കണക്കൊക്കെ പറയുന്നത് വെള്ളം കൊടുത്തതിൻ്റെയും ചായ കൊടുത്തതിൻ്റെയും ഒക്കെ കണക്ക് പറയുന്നത് വേറൊരു ജമാഅത്ത് സംസ്കാരമാണ്. അതിലൊന്നും കാര്യമൊന്നുമില്ല. അതായത് പച്ചയ്ക്ക് നിർത്തി തൊലി ഉരിക്കുകയാണ്. അതെ, ഇതിൻ്റെ ഒരു മറുവശെടുത്ത് നോക്കൂ. ഇതിൻ്റെ അടിസ്ഥാന പ്രചോദനം എന്താ? ജമാഅത്തെ ഇസ്ലാമിയും ഞങ്ങളും തമ്മിൽ ബന്ധമുണ്ടായിരുന്നില്ല. ഇപ്പോൾ യു ഡി എഫിന് ആണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ. ഞാൻ പറഞ്ഞ പരമ്പരാഗതമായിട്ട് വന്നൊരു മാറ്റമാണ്. ആദ്യം വ്യക്തികൾക്ക്, സ്ഥാനാർത്ഥികൾക്ക് വ്യക്തികളുടെ മൂല്യം നോക്കി കൊടുക്കാൻ തുടങ്ങി. അടുത്ത തെരഞ്ഞെടുപ്പായപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്ത് പറഞ്ഞു? ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഏത് മുന്നണിക്കാണെന്ന് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് ഞങ്ങൾ പ്രഖ്യാപിക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കാൻ തുടങ്ങി. കിട്ടിയാൽ രക്ഷപ്പെട്ടല്ലോ. ചിലപ്പോൾ ചില മണ്ഡലങ്ങളിലൊക്കെ അവരുടെ വോട്ട് നിർണായകമാണ്, കുറച്ച് വോട്ടാണെങ്കിൽ പോലും. അപ്പോൾ അങ്ങനെയുള്ളവർ കാത്തിരിക്കാൻ തുടങ്ങി. ഒരു മുന്നണിയും ഇത് വേണ്ടാന്ന് പറഞ്ഞില്ല. അന്ന് കേരളത്തിലെ എല്ലാ മുന്നണിയും ഒരുമിച്ച് പറയണമായിരുന്നു, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയണമായിരുന്നു. അപ്പോൾ അവർ പെട്ടു, ഒന്നുകിൽ നോട്ടൊക്കെ പോയി ചെയ്യേണ്ടി വരുമായിരുന്നു. ചെയ്യണ്ടെന്ന് പറഞ്ഞാലും ചെയ്യണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല, പക്ഷേ ഞങ്ങൾ ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. പിന്നെന്തായി? പരസ്യമായിട്ട് കാലേ കൂട്ടി പ്രഖ്യാപിക്കും, ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിക്ക് വോട്ട് ചെയ്യും, അല്ലെങ്കിൽ യു ഡി എഫിന്. രണ്ടും ചെയ്തിട്ടുണ്ട്. 2 മുന്നണിക്ക് ഇവർ മാറി മാറി കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു BJP മാത്രമാണ് അവർ വോട്ട് കൊടുക്കാത്തത്. അപ്പോൾ എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിന് പ്രത്യുപകാരവും കിട്ടിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ ഈ പറയുന്ന കേട്ടാൽ ജമാഅത്തെ ഇസ്ലാമി എന്തോ ഔദാര്യം പോലെ LDF ആയിട്ട് എന്തെല്ലാം സൗകര്യങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയും ഇടതുപക്ഷവും തമ്മിലുള്ള ബന്ധത്തിൽ നേടിയിട്ടുണ്ട്. എനിക്കറിയാം, 96 തെരഞ്ഞെടുപ്പിലാണെന്ന് തോന്നുന്നു, ദേശാഭിമാനി മുഖപ്രസംഗം ജമാഅത്തെ ഇസ്ലാമി നിന്നാൾ വാഴട്ടെ, എന്തോരം തലക്കെട്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ മഹത്വം വാഴ്ത്തിക്കൊണ്ട് എഴുതിയിട്ടുണ്ട്. ദേശാഭിമാനി മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട്. വേണ്ട, സാക്ഷാൽ VS അച്യുതാനന്ദൻ ഭരിക്കുമ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടിയത്. നിനക്ക് ഓർമ്മയുണ്ടോ? മതമില്ലാത്ത ജീവൻ എന്നൊരു പുസ്തകം, MA ബേബിയാണ് അന്ന് വിദ്യാഭ്യാസ മന്ത്രി. മതമില്ലാത്ത ജീവൻ എന്നൊരു പുസ്തകം വന്ന് വലിയ വിവാദമായപ്പോൾ അത് ചർച്ചയിലൂടെ പരിഹരിച്ചിട്ട് ആ പാഠം ഇല്ലാതാക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രമുഖനായ ബുദ്ധിജീവിയും നേതാവും ഇപ്പോഴത്തെ മീഡിയ വണ്ണിൻ്റെ എഡിറ്ററുമായിട്ടുള്ള അബ്ദുറഹ്മാൻ ഉണ്ടായിരുന്നല്ലോ. ജമാഅത്തെ ഇസ്ലാമിക്ക് സ്ഥാനമാനങ്ങൾ കൊടുത്തവരാണ് ഇവരാണ്. വഖഫ് ബോർഡിൽ ഇവരെ എടുത്തില്ലേ, ഹജ്ജ് കമ്മിറ്റിയിൽ എടുത്തില്ലേ. അപ്പം ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് വലിയ സൗകര്യങ്ങൾ. പാലോളി കമ്മിറ്റി, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ വന്ന കമ്മിറ്റിയാണ് പാലോളി കമ്മിറ്റി. ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നില്ല ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ്. അപ്പോൾ ഇതിന് പരസ്പരം ആനുകൂല്യങ്ങൾ കിട്ടിയവരും വാങ്ങിയവരുമാണ്. എത്ര തവണയാണ് ഇടതുപക്ഷത്തിന് ജമാഅത്തെ ഇസ്ലാം പിന്തുണ കൊടുത്തത്? കൊടുത്തിട്ടില്ല എന്ന് ആരെങ്കിലും പറയുമോ?
പറയാൻ പറ്റുമോ? ഇപ്പോൾ ഞങ്ങൾ ഒരിക്കലും പിന്തുണച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നില്ല, എന്താ അർത്ഥമുള്ളത്? അങ്ങനെയല്ല പറയേണ്ടത്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഞങ്ങൾക്ക് പിന്തുണച്ച കാലത്ത് ജമാഅത്തെ ഇസ്ലാമി കൊള്ളാം, UDF പിന്തുണ കൊടുക്കുമ്പോൾ അത് മോശമാണ്. ഇതിനാണ് രാഷ്ട്രീയ അവസരവാദം എന്ന് പറയുക. അപ്പം അങ്ങനെ വരുമ്പോൾ ഇമാതിരി ആക്ഷേപങ്ങളൊക്കെ കേൾക്കേണ്ടി വരും. ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് വേറെ മലബാർ ഭാഷയിൽ വേറെ ഭാഷയെ പറയുക, ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ ജ്യൂസ് കുടിച്ചു പോയില്ലേ, ഞങ്ങൾ അവിടുന്ന് കഴിച്ച എന്താണ് കാരക്കയുടെ കാശ് വേണമെന്നോ, അണ്ടിപ്പരിപ്പ് ഈന്തപ്പഴവും. അത് ഈ പിള്ളേർ തെരുവിൽ രാഷ്ട്രീയം പറയാൻ തുടങ്ങിയാൽ അവരോട് മര്യാദകേട് പറഞ്ഞാൽ അവരുടെ വായി തോന്നിയൊക്കെ പറയും. അങ്ങനെ എടുത്താൽ മതി. മറുപടി അമ്പാട് സക്കാഫിന് മറുപടി പറയുമ്പോൾ അമ്പാട് സക്കാഫിക്കെതിരെ ഇപ്പോൾ വന്ന കേസ് അറിഞ്ഞില്ലേ? പോക്സോ കേസ് ആണ് വന്ന് കിടക്കുന്നത്. 14 വയസ്സുള്ളൊരു ചെറുപ്പക്കാരനെ ആൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കേസുണ്ട്. മുൻകൂർ ജാമ്യം എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞ ഇത്തരം കേസുകളൊക്കെ പുറത്തു വരുന്നേ, അതാണ് ഇതിൻ്റെ കുഴപ്പം. അപ്പോൾ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. ജമാഅത്തെ ഇസ്ലാമി തന്ത്രപൂർവം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കാലാകാലങ്ങളായി ട്രാപ്പിലിട്ടിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയോട് കൃത്യമായൊരു നിലപാട് എടുക്കേണ്ട കാലത്ത് കേരളത്തെ ഒരു മുന്നണിയും എടുത്തില്ല. ഇപ്പം എന്തിനാ തമിഴ്നാട്ടിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ തമിഴ്നാട്ടിൽ നിന്നാണ് CPM 2 സീറ്റ് ജയിച്ചത്, വേറൊന്ന് സീറ്റ് ജയിച്ചത് രാജസ്ഥാനിലാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പരസ്യമായ അവകാശവാദം ജമാഅത്തെ ഇസ്ലാമി അമീർ പരസ്യമായിട്ട് വെല്ലുവിളിച്ചല്ലോ. അമീർ മുജീബ് റഹ്മാൻ എൻ്റെ ഒരു ലേഖനത്തിൽ അദ്ദേഹം എഴുതുന്നുണ്ട്, ഈ CPM ജയിച്ച 3 MP-മാർക്കും ജമാഅത്തെ ഇസ്ലാമി പരസ്യമായി പിന്തുണ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ആരെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യം. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ട്രാപ്പിൽ വീഴാത്ത ഒറ്റ രാഷ്ട്രീയ പാർട്ടിയും കേരളത്തിലില്ല. ഉണ്ടെങ്കിൽ തൽക്കാലം അത് ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. ഇപ്പോൾ BJP ഈ 3 മുന്നണികളോടൊപ്പം ബലാബലത്തിൽ നിൽക്കുന്നൊരവസ്ഥ വന്നു എന്ന് വിചാരിച്ചോ? ചില മണ്ഡലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി വോട്ട് നിർണായകമാണ്. അവിടെ ജമാഅത്തെ ഇസ്ലാമി പ്രഖ്യാപിക്കുകയാണ്, ഈ മണ്ഡലത്തിൽ മൂല്യം നോക്കുമ്പോൾ BJP സ്ഥാനാർത്ഥി കൊള്ളാം എന്ന് പറഞ്ഞ് വോട്ട് ചെയ്താൽ BJPക്കാർ പറയുമോ വേണ്ടാന്ന്? അത് വേണ്ടാന്ന് പറയണമായിരുന്നു തുടക്കത്തിലെ. മതരാഷ്ട്രവാദികളാണ്, ജനാധിപത്യ വിരുദ്ധരാണ്. നിങ്ങൾ മതനിരപേക്ഷതയെ അംഗീകരിക്കുമോ? ജനാധിപത്യം അംഗീകരിക്കുമോ? ദൈവത്തിൻ്റെ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഭരണമല്ല വേണ്ടത്. ഭൂമി ദൈവത്തിൻ്റേതായിരിക്കാം, പക്ഷെ ജനങ്ങളുടെ ഭരണമാണ് വേണ്ടത്, ജനാധിപത്യമാണ് വേണ്ടത് എന്ന് നിങ്ങൾ പറയുമോ? അതൊന്നും ചോദിച്ചില്ല ആരും. അപ്പോൾ ജനങ്ങൾ കാണിച്ച അബദ്ധത്തിൻ്റെ, ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കാണിച്ച അബദ്ധത്തിൻ്റെ ഫലം കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ കൊയ്യുന്നത് എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിക്ക് രാഷ്ട്രീയമായി വലിയ നേട്ടം ഉണ്ടാക്കിയെന്ന് ഞാൻ പറയില്ല. എവിടെയെങ്കിലുമൊക്കെ 3-4 പഞ്ചായത്ത് മെമ്പർമാർ ജയിച്ചിട്ടുണ്ടാവും. വേറെ ഒന്നും ജമാഅത്തെ ഇസ്ലാമിക്ക് നേടാനും കഴിയില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമിയെ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് അറിയില്ലെങ്കിലും ജനങ്ങൾക്കറിയാം. അവർ നിർത്തേണ്ടടുത്ത് നിർത്തിയിട്ടുണ്ട് എന്നും. പക്ഷേ അത് നിർത്താൻ പറ്റാതെ പോയത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിനാണ്. അവരെന്നും ഒത്തുകളിച്ചിട്ടേ ഉള്ളൂ. അതാണ് സംഭവിക്കുന്നത്. അനുഭവിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.